അല്ല ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രതികാരം തീർക്കുന്നു പറഞ്ഞു, പ്രതികാരം തീർത്തു. എത്ര റൺസിന് 10 റണ്ണിന് 10 റണ്ണിന് ഉള്ള തോൽവി എത്ര ചെറിയ തോൽവിയാണോ? അല്ലല്ലോ. ഞങ്ങൾക്ക് കിട്ടേണ്ട പോയിന്റ് അവിടുന്ന് കിട്ടിയല്ലോ. നിങ്ങൾ അങ്ങനെ ഒന്നുമല്ലല്ലോ പറഞ്ഞു. നിങ്ങൾ ഇനിയും പൊട്ടിച്ചും പന്തിനെ പൊട്ടിച്ചു അതെ അതിക്ക് ഞാൻ വരുന്നുള്ളൂ. അത് വേറെ കാര്യം. അതായത് നല്ല പോലെ ഞങ്ങളെ ബൗളിങ്ങും ബാറ്റിങ്ങും വർക്കായ ഒരു മത്സരമാണ്. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് എടുത്ത 9 വിക്കറ്റ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ആ തിലക് വർമ്മ അവിടെ തിലക് വർമ്മയും ടിം ഡേവിഡ് 2 അടി അടിച്ചു. ബോളിംഗ് ഉഷാറായിരുന്നു. ഇപ്പൊ ഞങ്ങളെ ക്യാപ്റ്റൻ ആയല്ലേ ഒരു കളി കളിച്ചപ്പോ. ഇതുവരെ നിങ്ങളെ ക്യാപ്റ്റൻ കണ്ണും പൂട്ടി അടിച്ചുകൊണ്ട് മൂപ്പര് എന്തെങ്കിലും ഒരു അടിച്ച ആളല്ല. മൂപ്പര് ഇറക്കിയ കളിയിലൊക്കെ അടിച്ചിക്കണ്. സൂപ്പറായിട്ട് അടിച്ചിട്ടുണ്ട് മൂപ്പര്. നിങ്ങളെ ബൂംബ്രക്ക് വരെ കിട്ടി അടി മൂപ്പരത്തുനിന്ന്. ആ മൂപ്പര് കുറച്ചാലും കൂടി ഉണ്ടെങ്കിൽ ആൾക്കാരാണ് ഈ കളിനെ നശിപ്പിക്കണം. കളിക്കാരൊന്നും എടുക്കാൻ പാടില്ല. അതെ, അതിന് പറയാന്നല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലല്ലോ. നിങ്ങളെ പഴയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇത്ര ഉത്തരവാദിത്തമില്ല. ഞാൻ പറയുമ്പോൾ നല്ല ഉത്തരവാദിത്തം. എന്ത് ഉത്തരവാദിത്തം? മനസ്സിലായി ബാറ്റ്മാൻ കൊള്ളില്ല മനസ്സിലായി. അപ്പൊ മൂപ്പര് 8ാമത്തെ ബോളില് 7 ബോൾ മൂപ്പർ മനസ്സിലായി ഇത് എന്നെ കൊണ്ട് ഇന്ന് ബാറ്റ്മാൻ കൊള്ളണില്ല, ഇന്നത്തെ ദിവസം എനിക്ക് പറ്റിയ ദിവസമല്ല. എല്ലാ ദിവസവും മൂപ്പര് ഔട്ടായി പോയി. അല്ലാതെ ഇവിടെ ചില ആൾക്കാർക്ക് 40 ബോളിക്കും 50 ബോളിക്കും എന്നിട്ട് ചെറിയ റൺ അടിച്ചാണ്ട് ടീമിനെ ബുദ്ധിമുട്ടിച്ച ആ പരിപാടിക്ക് രോഹിത്തിനെ കിട്ടൂല. മൂപ്പര് കറക്റ്റ് പറ്റൂലെങ്കിൽ കയറി പോവാ. എത്ര എടുത്തത്? ആ 8 ബോൾ വേസ്റ്റ് ആക്കില്ലേ? 7 ബോൾ. കാര്യം മനസ്സിലായി. 257 ടാർഗറ്റ് ഉള്ള ഒരു സമയത്ത് ഒരു വലിയ കളിക്കാരൻ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് 8 റൺ. 8 ബോൾ 8 റൺ. അതാണ് പറയണത്. മൂപ്പര് പണ്ട് ക്യാപ്റ്റൻ എന്നാണ് ടീമിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കാനും. ഇപ്പൊ അതും പറ്റൂല. ഈ ഹാർദിക് പാണ്ഡ്യ എടുത്ത് പുറത്തിടും. ഇന്ത്യൻ ടീമിൽ നിന്ന് വരെ രോഹിതിനെ പുറത്താക്കണം എന്നാ കുറെ ആവശ്യം. കാരണം ഇല്ല, മൂപ്പര് കളിയില്ല. അതൊക്കെ വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. ഇന്ത്യൻ ടീമിൽ നിന്ന് രോഹിത്തിനെ പുറത്താക്കിയിട്ട് അതായത് അതാണ് പറഞ്ഞത്. മൂപ്പരെ കൊണ്ട് ഒന്നിനും കജ്ജണില്ല ഇപ്പൊ. അതായത് ഇപ്പൊ നിങ്ങളെ ക്യാപ്റ്റൻ തന്നെ അടിച്ചു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ലല്ലോ. എന്ത് ബാറ്റിംഗിലല്ലേ ക്യാപ്റ്റൻസിയോടെ തോറ്റുകള്. എത്ര പോയിന്റ് നിങ്ങൾ എവിടെയാണ്? അടിവാരത്തങ്ങൾ കടക്കണം. ഞങ്ങള് DC 100 ഒരു 9 കളി നിങ്ങൾക്ക് എത്ര പോയിന്റ് ഉണ്ട്? അല്ല, അവിടെ 10 പോയിന്റിൽ വേറെ ടീമുകളൊക്കെ ഞങ്ങള് വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെ അവസ്ഥ അങ്ങനല്ല. നിങ്ങൾ തോറ്റുകൊണ്ട് വീണ്ടും കൊണ്ട് താഴേക്ക് വരികയാണ്. നിങ്ങൾക്ക് ആകെ എത്ര പോയിന്റ് ഉള്ള? 6 പോയിന്റോ. അതായത് മുംബൈ ഇന്ത്യൻസ് പറഞ്ഞ ടീമില്ല. കുളം തോണ്ടി ആകെ നിങ്ങൾ വലിയ കൊമ്പത്തെ അഹങ്കാരമുള്ള കുറെ ടീമേനു. കുറെ അഹങ്കാരം പറയണ്ട. കപ്പ് ഉണ്ടാവുമ്പോ അതിനുള്ളതൊക്കെ എന്നിട്ട് എന്തുണ്ടായത്? അത് അഹങ്കാരമായിട്ട് തോന്നും. കപ്പുള്ളവരെ ബിഹേവിയർ അത്ര പറഞ്ഞാൽ മതി. അഹങ്കാരം ഒന്നും പറയണ്ട. നിങ്ങളെ ഒരേ കുടുംബത്തിന്റെ ആ ഒരു പൊലിമുണ്ടല്ലോ, അത് തീർന്നിക്കണ്. ഇപ്രാവശ്യം പ്ലേ ഓഫിലില്ല, ഒന്നുമില്ല. നാണം കെട്ട് നാറാണക്കൽ എടുത്തുക്കണം.